പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MP എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ. ഈ ഷാഫി പറമ്പിനോടല്ലാതെ മറ്റാരോടെങ്കിലും പരാതിപ്പെട്ടിരുന്നോ? ഇല്ല, എനിക്ക് എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ MLA ആയിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ MLA ആണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുഭവം മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആണ്, അതെ അതെ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട MP എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പിൽ. അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു. പക്ഷേ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിലിന് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സങ്കട സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടു. അപ്പൊ അന്നും അദ്ദേഹം കണ്ടിട്ടുണ്ട്. നമ്മളൊരു കാര്യം പറയാണ്, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയാണ്, ഇന്ന് ഒരു വ്യക്തിനെ നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വരാനുള്ള ഒരു അവസരമാണ് നഷ്ടമാകുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു പുല്ല് വില പോലും നൽകാതെ അവഗണിക്കുക എന്ന് പറയുന്നതും ഒരു പുച്ഛവും പരിഹാസവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുമാത്രമല്ല, JS അഖിലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ, ഈ യൂത്ത് കോൺഗ്രസ് എബിൻ വർക്കി തുടങ്ങിയ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ വെക്കുമ്പോൾ അത് നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ പുച്ഛവും പരിഹാസവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾക്കറിയാലോ. ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയപ്പോൾ ഇക്കാലം അത്രയും പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വ്യാജ വോട്ടിന്റെ പ്രശ്നം ഇത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ BJP-കാരോ കൊടുത്ത പരാതിയല്ല, കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വന്ന പരാതിയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന് അത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യനുണ്ട് കോൺഗ്രസിന്റെ, അനിഷേധിന ഒരു നേതാവാണ്. കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയക്കാർക്കും പഠനമാക്കാനുള്ള ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. ശ്രീ ഉമ്മൻചാണ്ടിയുടെ മഹാനായ ശിഷ്യനാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JS അഖിലായിരുന്നു. പിന്നെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ആരെയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിൻ്റെ പേരിലാണ് വെച്ചത് എന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി ഞാനൊരു കോൺഗ്രസ്സുകാരി ആയതുകൊണ്ട് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വരുമ്പോൾ പല ആളുകളും പല തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളൊക്കെ എനിക്ക് അയക്കാറുണ്ട്. അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിൽ എന്ന പോലെ ഒരു സൗഹൃദം മറ്റാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് എന്ന്. അത് പറയേണ്ടത് ഷാഫി പറമ്പിലാണ്.